കൊടൈക്കനാലിലെ ചുരങ്ങളിലെ പ്രേതാത്മാക്കളെ കുറിച്ച് ഞാൻ മുന്നേയും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാറിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥികൾ 18 പേർ അനുഭവിച്ച ഒരു വിചിത്രമായ കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അന്ന് അർദ്ധരാത്രി ആയിരുന്നു അവർ മൂന്നാറിൽ നിന്നും കൊടൈക്കനാലിലേക്ക് യാത്ര ചെയ്തിരുന്നത്. അന്ന് എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ അന്ന് ഹെയർ പിൻ തുടങ്ങിയത് മുതൽ അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടത് ഒരിക്കലും മറക്കാനാവാത്ത ചില കാഴ്ചകളായിരുന്നു. ആ കാഴ്ചകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഉറപ്പായും ആഗ്രഹമുണ്ടാവും. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു ചെറിയ കുഞ്ഞ്. എന്നാൽ ആ സ്ത്രീയുടെ മുഖത്ത് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല, ചെവികൾ ഉണ്ടായിരുന്നില്ല, മൂക്കുണ്ടായിരുന്നില്ല, വായയും ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്തെല്ലാം ചില മാംസപിണ്ഡങ്ങൾ മാത്രം. എന്നാൽ ആ സ്ത്രീയുടെ കയ്യിലെ കുഞ്ഞ് പൂർണ്ണമായും ഒരു മനുഷ്യരൂപത്തിലായിരുന്നു. എന്നാൽ ആ കുഞ്ഞിൻ്റെ നാവ് ഒരു പിശാചിന്റെ നാവായിരുന്നു. ഒരുപാട് നീളം കൂടിയ നാവായിരുന്നു. ആ നാവ് നീട്ടിയായിരുന്നു അവർക്ക് നേരെ അവരെ ഭക്ഷിക്കാനായി ആ സ്ത്രീയും ആ കുഞ്ഞും വന്നത്. എന്നാൽ മൂടൽമഞ്ഞിൽ നിന്നും കണ്ട കാഴ്ച പിന്നീട് അത് അവർക്കൊരു അനുഭവമായി മാറി. ആ അനുഭവ കഥ മരിച്ചിട്ടും കാത്തിരിക്കുന്നവർ എന്ന യൂട്യൂബ് ചാനലിൽ മുഴുവനായി ലഭ്യമാണ്. ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടാം.